ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്ളോഗാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് എൻ്റെ സിസ്റ്ററും മക്കളും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അവർ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് വന്നതാണ്. സോ അവർക്ക് കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടത്തേക്കാക്കി കേട്ടോ. ഞാൻ രാവിലെ മക്കളെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് അവരൊക്കെ എത്തിയത്. വന്ന ഉടനെ എൻ്റെ സിസ്റ്റർ നേരെ ടോട്ടോൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. അവനെ തുറന്നു വിട്ടാൽ അവൾക്ക് ജസ്റ്റ് ഒരു പേടിയുണ്ട്. തുറന്നു വിടുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ കൂട്ടിലുള്ളപ്പോൾ അവനെ വന്ന് ജസ്റ്റ് തൊടുകയൊക്കെ ചെയ്യും കേട്ടോ. അവളെ ഓർമ്മയുണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വരുന്നതും ഇതൊക്കെ. അവന് തുറന്നു വിട്ടാൽ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു പാവാണ്. പക്ഷേ സിസ്റ്റർ മക്കൾക്കൊക്കെ പേടിയാണ് കേട്ടോ. തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ എന്ന് പറയണില്ല, ഞാൻ എൻ്റെ സിസ്റ്റർ താത്ത എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ താത്ത എന്നാണ് ഇനി മുതൽ ഞാൻ പറയുന്നത്. അപ്പോൾ അവൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ ഡ്രസ്സ്. ക്ലോത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ? അവൾ തന്നെ മോഡൽ കണ്ടെത്തി അവളോട് തന്നെ തയ്ക്കാൻ പറയാലോ കേട്ടോ. ഞാൻ മോഡലൊന്നും പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. അവൾക്കൊരു സ്റ്റിച്ചിങ് ഒക്കെ അവൾ വീഡിയോസൊക്കെ ഇടുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൽ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ഓരോ മോഡൽ കണ്ടെത്തും, അവൾ തന്നെ തയ്ച്ചു തരും. ക്ലോത്ത് കൊടുത്താൽ മതി. തയ്യൽ കൂലിയും ലാഭമാണ്, ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അത് അവളെ ചാനലിടാൻ വേണ്ടിയിട്ട് ഇട്ട് നിൽക്കുന്ന ഒരു വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിൻ്റെ അലമാരയൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അലമാര ഡ്രസ്സിൻ്റെ ഭാഗമൊക്കെ വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും ഈ മേക്കപ്പ് ഏരിയ, സ്കിൻ കെയർ ഏരിയ അങ്ങനെ എപ്പോഴും യൂസ് ആക്കുന്നതുകൊണ്ട് തന്നെ അത് ആകെ കലപിലായി കിടക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ അതിന്ന് എനിക്ക് മാത്രം സാധനങ്ങൾ കിട്ടും. വേറെ ആര് വന്ന് നോക്കിയാലും അതിന്ന് അവർക്ക് വേണ്ട ഒരു സാധനം കിട്ടില്ല. പക്ഷെ എനിക്ക് വേണ്ടത് എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അത് പ്രത്യേക കഴിവാണ് എൻ്റെ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ തന്നെ വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് മുടി വാരി ഞങ്ങൾ വീഡിയോ എടുക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ ആദ്യം റൂമിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു മുറ്റത്ത് നിന്ന് എടുക്കാൻ, കുറച്ച് ലൈറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുറ്റത്ത് പോയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഡ്രസ്സ് ഫുള്ളായിട്ട് മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പാൻറ്റൊക്കെ ജസ്റ്റ് മുകളിലേക്ക് കയറ്റിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഡ്രസ്സ് ഇട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൻറ്റൊക്കെ താഴെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാണ്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെരിഞ്ഞൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ വേഗം ഡ്രസ്സ് മാറി കേട്ടോ. കാരണം അവർക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തിരിച്ചു പോവും വേണം. ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോകണം. എനിക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവും വേണം. അപ്പോൾ അതിനുള്ളിലുള്ള ഒരു ടൈമേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഗോകുലം മാളിലേക്കാണ് കേട്ടോ പോയത്. അത് ഞങ്ങൾ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. ശരിക്കും ഒന്ന് രാഞ്ഞ് നടന്നാൽ എത്താവുന്ന ദൂരമുള്ളൂ. പിന്നെ കാറെടുത്തു, തിരിച്ച് ലഗേജും കൊണ്ടുവരണം, പിന്നെ മക്കളെയും പിക്ക് ചെയ്തൊക്കെ കൊണ്ടുവരണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ കാറെടുത്തു. സാധാരണ നടന്നൊന്നും പോകാറൊന്നുമില്ല കേട്ടോ. പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ സ്ഥിരം നടന്നാണ് പോകാറെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഗോകുലം മാളിലെത്തി. താത്തൻ്റെ മോള് നീനുവിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അവളെ പഠനമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സാണ്, കുറച്ച് ഫോർമൽ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ആദ്യം പാന്തലൂൺസിലാണ് കയറിയത്. അപ്പോൾ അവിടെ എനിക്കൊരു ഡ്രസ്സ് കണ്ടപ്പോൾ ഞാനത് എടുത്തു കേട്ടോ. ആ വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഇട്ട് നോക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ തിരിച്ചു വെച്ചു. മറ്റേത് ഞാൻ എടുത്തു കേട്ടോ, ഗ്രീൻ ഡ്രസ്സ്. അതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നോക്കി, അവർക്കുള്ളതും കിട്ടി, എനിക്കുള്ളതും കിട്ടി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ അവൾക്ക് വാങ്ങാനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ ഗോകുലം മാളിൽ തന്നെ മക്കിയത മിതാസിലാണ് പോയത്.
എൻ്റെ താത്താക്ക് എസ്കലേറ്റർ കയറാൻ ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലിഫ്റ്റ് നോക്കിയപ്പോൾ ലിഫ്റ്റൊക്കെ അങ്ങനെ എപ്പോഴും ബിസി ആയതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസ് കയറിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഞങ്ങളൊന്ന് വാശി പിടിച്ചു ഒന്ന് കയറി നോക്കുമെന്ന് പറഞ്ഞിട്ട്, പിന്നെ അവളെ വെറുതെ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റെയർ കേസ് കയറി. പിന്നെ അവൾക്ക് വേണ്ട മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ കിട്ടി. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഗൂഗിൾ മാളിൽ തന്നെ ഷാപ്പ് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ അവിടെ വന്ന ഉടനെ തന്നെ കഞ്ഞിവെള്ളം വേണോ അതോ ചൂടുവെള്ളം വേണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കഞ്ഞിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കും കഞ്ഞിവെള്ളം ഓക്കെ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും കഞ്ഞിവെള്ളം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് എന്നെ കളിയാക്കുമായിരുന്നു അവരിരുന്നിട്ട്. പിന്നെ ഞങ്ങൾ നീണ്ട ഒരു ഫുഡ് എന്ത് വേണമെന്നുള്ള ചർച്ചയിന് ശേഷം താത്തൻ്റെ മക്കൾ രണ്ടുപേരും ഗീ റൈസും കറിയൊക്കെ ഉള്ള ഒരു ചട്ടി ഗീ റൈസ് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ താത്ത പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയും, ഞാനൊരു ചോറും കൂട്ടാനെന്ന് പറഞ്ഞിട്ട് അതും ഒരു ചട്ടി തന്നെയാണ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെജ് മീൽസ് പോലെയാണ് കേട്ടോ, അല്ല ഫിഷ് കറി മീൽസ് പോലെയാണ് കേട്ടോ. ഫിഷ് കറി ഉണ്ടാകും, പിന്നെ അതിൽ കുറച്ച് ഉപ്പേരി, പിന്നെ ഒരു ഉണക്കമീൻ, പപ്പടം, ചമ്മന്തി, പിന്നെ സോയാബീൻ്റെ ഒരു ഗ്രേവി പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ചോറ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു സ്ഥിരം ചോറല്ലേ, അത് മടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു, ചുവപ്പൻ ചാറെന്ന് പറഞ്ഞിട്ട്. അവിടെ ഭയങ്കര സെർവിങ് രീതിയൊക്കെയാണല്ലോ. ഈ ചുവപ്പൻ ചാറെന്ന് പറയുന്നത് കോക്കനട്ട് ജ്യൂസും പിന്നെ ഈ ബോയിൽഡ് ഗ്രേപ്പ് ഉള്ള ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. അവരത് രണ്ടും കൂടി 2 ജാറിൽ കൊണ്ടുവന്ന് പിന്നെ നമ്മളെ മുന്നിൽ തന്നെ അതൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. താത്ത അപ്പുറത്ത് അവളെ വ്ളോഗിനുള്ള വീഡിയോസ് ഗംഭീരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. നല്ല ഭംഗിയിൽ അവർ ചുറ്റും ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് 4 പേർക്കുള്ള മാത്രം ഗ്ലാസ് കൊണ്ടുവന്നിട്ട് അവർ നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവരെന്നെ ഒഴിച്ച് തരും കേട്ടോ ഫസ്റ്റത്തെ ഇത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒഴിച്ച് കുടിക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വാങ്ങിയാൽ തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് 4 പേർക്കും നല്ല രീതിയിൽ കുടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് കുടിച്ചപ്പോൾ എനിക്ക് നല്ല പുളിപ്പ് തോന്നിയിട്ട് എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല എന്നുള്ള രീതിയിലുണ്ട്, ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മാക്സിൽ പോയിട്ട് ഇവർക്ക് ചെരുപ്പൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ചെരുപ്പൊന്നും വാങ്ങിയില്ല, അവർക്കൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുന്ന സൈസൊക്കെ നോക്കുന്ന തകൃതിയായിട്ടുള്ള പണിയിലാണ്. ചെരുപ്പ് ഇഷ്ടപ്പെടുമ്പോൾ സൈസ് ഉണ്ടാവില്ല, സൈസ് ഉള്ളതൊക്കെ നമുക്ക് കളർ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഓരോരോ റീസണുകളൊക്കെ ശേഷം 1-2 ചെരുപ്പുകളൊക്കെ ഇഷ്ടമായി അവരെടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഓരോരോ സാധനങ്ങൾ വെറുതെ നോക്കിക്കൊണ്ട് നിങ്ങൾ നടക്കുന്നു, ഡ്രസ്സുകളൊക്കെ നോക്കി. അങ്ങനെ 2:30-2:45 ആയി ഉണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പോൾ വേഗം മക്കളുടെ അടുത്തേക്ക് പോവാം, മക്കളെ പിക്ക് ചെയ്യാനുള്ള ടൈം ആയല്ലോ. ലേറ്റ് ആയാലും മക്കൾക്ക് ടെൻഷൻ ആവും കേട്ടോ. അങ്ങനെ ഇതുവരെ ലേറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി നേരെ സ്കൂളിലേക്കാണ് കേട്ടോ പോയത്. ഇവരൊക്കെ വരുന്നത് മക്കൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവരെ സർപ്രൈസ് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഇങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ട് കേട്ടോ കാറിൽ നടക്കുന്നത്. പിന്നെ താത്ത പറയുന്നുണ്ടായിരുന്നു അവരുടെ സ്കൂൾ ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ ഈ ഒരു വരവോട് കൂടിയിട്ട് അവരുടെ സ്കൂളും കൂടി കാണാൻ പറ്റില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അവിടുന്ന് ഒരു 10 മിനിറ്റിൻ്റെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെ വേഗം തന്നെ സ്കൂളിൽ ഇവിടെ എത്തി. പിന്നെ ബെല്ലടിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട്.
സോ പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കാറിലിരുന്ന് കഥ പറച്ചിലായിരുന്നു കേട്ടോ. ഞങ്ങളെ വിശേഷം പറച്ചിൽ തീരാനുള്ളതല്ല, അതങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. പിന്നെ ആ മക്കളെയൊക്കെ കൂട്ടി അവർ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്താൻ്റെ വ്ളോഗിലാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മക്കൾക്ക് സങ്കടമായി, ഇവർ 4:30 ആകുമ്പോഴേക്കും പോകുമല്ലോ എന്നുള്ള സങ്കടത്തിലാണ് അവർ. അപ്പോൾ മക്കൾ കൺവിൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർക്കാണെങ്കിൽ ബോക്സിങ്ങും ഉണ്ട്, അപ്പോൾ അത് 5 o'clock വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം മാഷിനോട് പറഞ്ഞിട്ട് അവർ 4:30 വരെ ആക്കിയിട്ട് കുറച്ച് നേരം അവർ ചായയൊക്കെ കുടിച്ച് ഇവരെ കൂടെ കളിച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ ഇവർ ഇറങ്ങുകയാണ് ഈ കാണുന്നത്. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ചെറിയ മോൾക്ക് ഒട്ടും ആഗ്രഹമില്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ, അവർ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കൂടുക. അപ്പോൾ അത് അവർക്ക് മാക്സിമം അവർ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇനി മഞ്ചേരിയിലേക്ക്, അതായത് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ താത്തയിൽ കൂടി വരാം, അങ്ങനെ കൂടാം, ഒരു ദിവസം നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സമാധാനത്തിലാണ് അവർ പോകാനൊക്കെ ഇവർ സമ്മതിക്കണത് കേട്ടോ. കണ്ടോ, പോകുന്നിടത്തുനിന്ന് പിന്നെ ഓടി വന്നിട്ട് കെട്ടി പിടിച്ചിട്ടൊക്കെയാണ് വീണ്ടും പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.